ലേഖനം 12-ാം അധ്യായം അതിന്റെ 25 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ. അരുളി ചെയ്യുന്നവനെ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിനെ അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയാണ്. പുതിയ നിയമ വിശ്വാസികളുടെ അസാധാരണമായ ഭാഗ്യ പദവിയെ കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ കൂടെ പരിശുദ്ധാത്മാവ് നൽകുന്നു എന്നത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പഴയ നിയമം അക്ഷരീകമായ ഒരു ശുശ്രൂഷ, കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു. അതിനോട് അടുക്കുന്നത് തീയോട് അടുക്കുന്നത് പോലെ തന്നെയായിരുന്നു. തീ കൊണ്ട് തൽക്ഷണം ഉത്തരമരുളുന്ന ഭീകരമായ ഒരു ശുശ്രൂഷയുടെ പ്രതിരൂപമായിരുന്നു അത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കൃപയുടെ അളവിലാണ്, കൃപയുടെ കണ്ണുകളിൽ കൂടെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് പുതിയ നിയമത്തിൽ. എന്നാൽ ഓർക്കുക, അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണുവാൻ കഴിയുകയില്ല. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. പലപ്പോഴും വിശേഷിച്ചത് അമേരിക്കൻ ചർച്ചുകളിലൊക്കെയാണ് കൃപ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്ത ക്രൈസ്തവരുടെ ഇടയിൽ, അല്ലെങ്കിൽ പ്രോട്ടസ്റ്റന്റ് വിശ്വാസികളായിട്ടുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ ഇടയിലുണ്ട്. എല്ലാം കൃപയുടെ കണ്ണിൽ കൂടെയാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഏത് കാര്യങ്ങളും ചെയ്യാം, പഴയ നിയമം പോലെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള വ്യർത്ഥമായ ചിന്ത. എന്നാൽ പഴയ നിയമത്തെക്കാൾ ഗൗരവമായ നിയമങ്ങൾക്ക് വിധേയരായിട്ടാണ് കർത്താവ് പുതിയ നിയമ വിശ്വാസികളെ ആക്കിയിരിക്കുന്നത്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ശിക്ഷ തൽക്ഷണമല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് പുതിയ നിയമ വിശ്വാസികൾക്കുള്ളത്. എന്താ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്ത വ്യക്തിയെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നിരസിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയുവാനിടയായി തീരും. ഹല്ലേലൂയ. ആരാണ് ഭൂമിയിൽ അരുളി ചെയ്തത്? നമുക്കറിയാം. ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായപ്രമാണം ലഭ്യമായത് ആരിൽ കൂടെയാണ്? മോശ എന്ന വ്യക്തിയിൽ കൂടെയാണ്, മോശ എന്ന മനുഷ്യനിൽ കൂടെയാണ് ഇസ്രായേൽ മക്കൾക്കുള്ള അരുളപ്പാടുകൾ, അറിയിപ്പുകൾ ദൈവം കൊടുത്തത്. ആ ആളിനെ നിരസിച്ചു. ആ ആളിനെ നിരസിച്ച ആളുകൾ തെറ്റിയൊഴിയാതിരുന്നു. തിരുവെഴുത്തിൽ നമുക്ക് ഇഷ്ടം പോലെ അതിന് ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. നോക്കുക, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോരഹ്, ദാഥാൻ, അബീരാം, ഈ 3 പേർ മോശയുടെ നേതൃത്വത്തിനെതിരെ മത്സരിച്ച് തങ്ങൾ അഹങ്കാരികൾ എന്ന് തെളിയിച്ച ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്, അപ്പോൾ അവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അവരെന്തിനു വേണ്ടിയാണ് ഈ മത്സരത്തിന് പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവരെ ഭരിച്ച ചേതോ വികാരം എന്താണ്? പൗരോഹിത്യത്തോടുള്ള അവരുടെ അമിതമായ ആകർഷണീയത. ഇത് മോശയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ, ഇത് അഹരോന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ, ഞങ്ങളും ലേവി കുടുംബത്തിൽപ്പെട്ടവരല്ലേ, ഞങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുകയില്ലേ എന്നുള്ള ആ ഒരു അഹങ്കാര ചിന്തയോടുകൂടെ മോശയുടെ നേതൃത്വത്തെ അവരെ അധികരിക്കുന്ന സാഹചര്യം കടന്നു വരുവാനിടയായി തീർന്നു. ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കുവാനിടയായി തീരരുത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏത് ഭാഗമാണ് നമുക്ക് ക്രമീകരണം ആവശ്യമായിരിക്കുന്നത്, ആ ക്രമീകരണത്തിന് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഞാൻ മുൻവിധിയോടുകൂടെയുള്ള പ്രസംഗമല്ല ഇത്, തെറ്റിദ്ധാരണാജനകമായ പ്രസംഗമല്ല ഇത്. ദൈവ വചനത്തിന്റെ മാറ്റമില്ലാത്ത മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതെ ഇരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവരെ നിരസിച്ചാൽ അവരെത്രയധികം ശിക്ഷാവിധിക്ക് കാരണമായി തീരുവാനിടയാകും. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സുപരിചിതമായ വേദഭാഗമായിരിക്കുമ്പോൾ തന്നെ കേൾക്കാൻ സുഖകരമായ ഒരു വേദഭാഗമല്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
ചെയ്തിട്ടുമില്ല. എന്നാൽ തൽക്ഷണം അവരുടെ മേൽ ശിക്ഷാവിധി ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കോരഹിനോടും കൂടെയുള്ള ആളുകളെ ഭൂമി വായ് പിളർന്ന് അവരെ മൂടിക്കളയുന്ന സാഹചര്യം തൽക്ഷണം അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ആ നേതൃത്വത്തെ ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? 103-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അപ്പോൾ തന്റെ വഴി അവൻ മോശയെയും, ഹല്ലേലൂയ, ജനത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് തനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ദൈവം ഒരു വ്യക്തിയെ കൊണ്ടുവന്നതെങ്കിൽ തന്റെ പ്രവൃത്തി ചെയ്യുവാനുള്ള ആലോചന ദൈവം കൊടുക്കുന്ന ആർക്കാണ്? അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ദൈവം ആക്കുന്ന നേതൃത്വത്തിന് വിധേയപ്പെടാതിരിക്കുന്നത് തീർച്ചയായും ശിക്ഷാവിധിക്ക് കാരണമായി തീരും. വേദപുസ്തകം അതിന് നമുക്ക് ഉദാഹരണം നൽകുന്നുണ്ട്. നോക്കുക, അഹരോൻ മഹാപുരോഹിതനാണ്. അഹരോന്റെ നേതൃത്വത്തിലാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ ആരാധന ആരംഭിച്ചപ്പോഴും ദൈവം മുഖപക്ഷമുള്ളവനല്ല, ശിക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവിക വ്യവസ്ഥകളെ, ദൈവം തരുന്ന ന്യായപ്രമാണങ്ങളെ ആര് ധിക്കാരമായി വിചാരിച്ചാലും ഒരു കാര്യം ഓർത്തു നോക്കണം, തീർച്ചയായും അതിന്റെ മുൻപിൽ ശിക്ഷാവിധി ഉണ്ട്. നോക്കുക, പലപ്പോഴും പല ആളുകളും ഇങ്ങനെയുള്ള അനർത്ഥത്തിൽ അകപ്പെട്ടു പോകുന്നത് അവരുടെ സ്വന്തം മനസ്സാലെയല്ല, പലപ്പോഴും അവർ വഴിതെറ്റിപ്പോകുന്നവരാണെന്ന് തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നിരപരാധികളായ കുറെ ആളുകൾ അവിടെ അപകടത്തിൽ അകപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായ 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. നോക്കുക, അബ്ശാലോമിന്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ് അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ദുരുദ്ദേശം? അവന്റെ ഹൃദയത്തിലെ ദുരുദ്ദേശം ഇതാണ്: എന്റെ അപ്പനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എനിക്ക് ആ സ്ഥാനത്ത് കയറിയിരിക്കണം. അപ്പോൾ അതിനവൻ വലിയ ഉപായമാണ് പ്രയോഗിച്ചത്. അവൻ കൊട്ടാരത്തിന്റെ വാതിക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ അവരെ പിടിച്ച ആലിംഗനം ചെയ്യും. ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ ന്യായം ഒന്ന് കേൾക്കുവാൻ ഇവിടെ ഒരു മനുഷ്യനുമില്ലല്ലോ, അതിനുവേണ്ടി രാജാവ് ആരെയും ഇവിടെ ആക്കി വെച്ചിട്ടില്ലല്ലോ, എന്നെ അവൻ ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് എത്ര മനോഹരമായി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഹൃദയം മുഴുവൻ വശീകരിച്ച് അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ജനങ്ങളെ ആക്കി അവന് കുതിരകളെയും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കി വ്യാജ പ്രസ്താവനകൾ നടത്തി അവൻ രാജാവായി വാഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളംബരം ചെയ്ത് ആളുകളെ അവന്റെ അണിയിൽ ചേർക്കുവാനിടയായി തീർന്നു. പക്ഷെ കൂടെ പോയവർ വിവരം അറിഞ്ഞില്ല. അവരറിഞ്ഞില്ല, ഇവന്റെ ദുരുദ്ദേശം അവരറിഞ്ഞില്ല. പലപ്പോഴും ദുരുദ്ദേശപരമായി നീങ്ങുന്ന ആളുകൾ ഒറ്റയ്ക്ക് പോകത്തില്ല, അവൻ 4 പേരെ കൂടെ എവിടുന്നെങ്കിലും പിടിക്കും. നരകത്തിൽ പോകുന്ന ഒരുത്തനും ഒറ്റയ്ക്ക് പോകത്തില്ല, അവനൊരു 4 പേരെ കൂടെങ്കിലും അവന്റെ കൂടെ കൊണ്ടുപോകാൻ നോക്കും. അതെല്ലായ്പ്പോഴും വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ജീവിത ശൈലിയാണ്. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിരസിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയുവാനിടയായി തീരും? ഹല്ലേലൂയ. പലപ്പോഴും ഈ ആത്മീയ ശുശ്രൂഷ, എന്റെ ബന്ധുക്കളാരും ഇവിടെ ഇല്ലാത്തവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പലപ്പോഴും ആത്മീയ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ ആപ്പ് വരുന്നത് സ്വന്തക്കാരിൽ നിന്നാണ്. ഭയങ്കര പ്രശ്നമാണ് അത്, ഭയങ്കര പ്രശ്നമാണ്. ഇവന് മാത്രമേ ഒക്കത്തുള്ളൂ, അവനവിടെ ഒറ്റയ്ക്ക് നിന്ന് ഷൈൻ ചെയ്യുക, വലിയ പ്രശ്നമായിരുന്നു. 24-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. കണക്കെ തന്നെ 6 അവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നോക്കൂ, മിരിയാം മോശയുടെ സഹോദരി തന്നെയാണ്. ഒരു പരിധിവരെ മോശയുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരിയായി തീർന്ന വ്യക്തിയാണ്. എന്നാൽ ജീവിതയാത്രയുടെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ അവളിലും എന്തുണ്ടായി? അസൂയയുടെ ആത്മാവ് വ്യാപരിച്ചു. കൂശ്യ സ്ത്രീയെ മോശ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മോശയോട് മത്സരിക്കുകയും പിറുപിറുക്കുകയും അസൂയപ്പെടുകയും ചെയ്തു. ആരെ? മിരിയാം. ഈ നാത്തൂൻ പോരെന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. നാത്തൂൻ പോര് സഭയെ വന്നാൽ അതിനേക്കാൾ പ്രശ്നമാണ്.
ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇച്ചോട് ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നു. എടുത്തത്. ആരുടെയും വീട്ടുകാര്യം സഭയ്ക്കകത്ത് കൊണ്ടുവരരുത്. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരരുത്. ദൈവത്തിന് മുഖപക്ഷമുള്ള വ്യക്തിയല്ല.